കെ.വി. അബ്ദുൽ ഖാദർ CPM ജില്ലാ സെക്രട്ടറി. പാർട്ടി ഏൽപ്പിച്ച ദൌത്യം ഉത്തരവാദിത്വത്തോടെ പൂർത്തിയാക്കുമെന്ന് കെ.വി. അബ്ദുൽ ഖാദർ. കേന്ദ്രം കേരളത്തെ ശത്രുവിനെ പോലെ കാണുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊടകരയിൽ പൂട്ടിക്കിടന്ന വീട്ടിൽ വൻ കവർച്ച. 50 പവനോളം സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. ജനൽ കമ്പികൾ അറുത്തുമാറ്റിയാണ് മോഷ്ടാക്കൾ വീടിനകത്ത് കടന്നത്. വടക്കാഞ്ചേരി തെക്കുംകരയിൽ കാന നിർമ്മാണത്തിൽ അശാസ്ത്രീയതയെന്ന ആരോപണം. പ്രതിഷേധവുമായി പ്രദേശവാസികൾ. കൊടുങ്ങല്ലൂർ കനോലി കനാലിനോട് ചേർന്ന പ്രദേശങ്ങളിൽ പുഴയിൽ നിന്നും ഉപ്പുവെള്ളം കയറി ശുദ്ധജല സ്രോതസ്സുകൾ മലിനമായി. താൽക്കാലിക തടയണ കെട്ടുന്നതിൽ അനാസ്ഥയെന്ന് ആക്ഷേപം. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 മരണം. മതിലകത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ചും ചൂണ്ടലിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ചും ബൈക്ക് യാത്രികർ മരിച്ചു. വേലുപ്പാടത്ത് കാട്ടുപന്നി ബൈക്കിന് കുറുകെ ചാടി ദമ്പതികൾക്ക് പരിക്കേറ്റു. നമസ്കാരം. വാർത്തകൾ വിശദമായി. CPM ജില്ലാ സെക്രട്ടറിയായി കെ.വി. അബ്ദുൽ ഖാദറിനെ തിരഞ്ഞെടുത്തു. 46 ജില്ലാ കമ്മിറ്റിയിൽ 10 പേർ പുതുമുഖങ്ങളാണ്. UR പ്രദീപ്, KD ബാഹുലയൻ, TT ശിവദാസൻ, TK സന്തോഷ്, VM മനോജ് കുമാർ, MS പ്രദീപ് കുമാർ, NN ദിവാകരൻ, KS സുഭാഷ്, ഗ്രീഷ്മ, അജയ് ഘോഷ്, RR ശ്രീലാൽ എന്നിവരാണ് പുതുമുഖങ്ങൾ. സമ്മേളനത്തിന് സമാപനം കുറിച്ച് കുന്നംകുളം നഗരത്തിൽ നടന്ന റെഡ് വളണ്ടിയർ മാർച്ച് ശക്തി പ്രകടനമായി മാറി. പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രം കേരളത്തെ ശത്രുതാപരമായാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നടപടികൾ സർക്കാർ സ്വീകരിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, അതിലൂടെ വലിയ മാറ്റം. നിലവാരം വർദ്ധിച്ചിരിക്കുന്നു. 5 ലക്ഷം കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് 10 ലക്ഷം തിരികെ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് തിരിച്ചു വരുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു. പാർട്ടി ഏൽപ്പിച്ച ദൌത്യം ഉത്തരവാദിത്വത്തോടെ പൂർത്തിയാക്കുമെന്ന് കെ.വി. അബ്ദുൽ ഖാദർ. മികച്ച പ്രവർത്തനങ്ങളിലൂടെയാണ് പാർട്ടിയുടെ ജില്ലാ നേതൃസ്ഥാനത്തേക്ക് അബ്ദുൽ ഖാദർ എത്തുന്നത്. കടപ്പുറം ബ്ലാങ്ങാട് പരേതനായ കറുപ്പം വീട്ടിൽ അബുവിന്റെയും പാത്തുവിന്റെയും മൂത്ത മകനായ അബ്ദുൽ ഖാദർ യുവജന സംഘടനകളിൽ കൂടിയാണ് പൊതുപ്രവർത്തന മേഖലയിൽ സജീവമായത്. നിലവിൽ LDF ജില്ലാ കൺവീനറുമാണ്. പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാനുമാണ്. 2006 മുതൽ 2021 വരെ ഗുരുവായൂർ MLA ആയിരുന്നു. 15 വർഷം കൊണ്ട് ഗുരുവായൂർ മണ്ഡലത്തിന്റെ ചരിത്ര വികസന കുതിപ്പിന് മികവുറ്റ നേതൃത്വം നൽകി. 1991 മുതൽ CPIM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗമാണ്. 1997 മുതൽ പാർട്ടി ഏരിയ സെക്രട്ടറിയായി. തുടർന്ന് CPIM ജില്ലാ കമ്മിറ്റി അംഗമായും സെക്രട്ടേറിയറ്റ് അംഗമായും മാറി. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ്, BD വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 1979 KSYF ബ്ലാങ്ങാട് യൂണിറ്റ് സെക്രട്ടറിയായാണ് രംഗത്തെത്തിയത്. ദേശാഭിമാനിയുടെ ഗുരുവായൂർ ലേഖകനായി 12 വർഷത്തോളം പ്രവർത്തിച്ചു. DYFI ജില്ലാ പ്രസിഡന്റ്, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, അറബി എന്നീ ഭാഷകൾ അറിയാം. 1997 ജൂലൈയിൽ ക്യൂബൻ തലസ്ഥാനമായ ഹവാനയിൽ നടന്ന 14ാം ലോക യുവജന സമ്മേളനത്തിൽ DYFI പ്രതിനിധി സംഘാംഗമായി പങ്കെടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് തന്റെ ചുമതലയെന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞു. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ ഒരുക്കുമെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. TCV ന്യൂസ്, കുന്നംകുളം. കൊടകരയിൽ വീട്ടിൽ കവർച്ച. 53 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. പെരിങ്ങാംകുളം കൈപ്പിള്ളി രാധാകൃഷ്ണന്റെ പൂട്ടിക്കിടന്ന വീട്ടിൽ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയത്. കിടപ്പുമുറിയുടെ ജനൽ കമ്പികൾ അറുത്തുമാറ്റിയാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിരിക്കുന്നത്. ഗൃഹനാഥനും കുടുംബവും ഒരാഴ്ചയോളമായി ടൂറിലായതിനാൽ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. വീട്ടിലെ വളർത്തുനായ്ക്ക് തീറ്റ നൽകാനെത്തിയ സ്ത്രീയാണ് ജനൽ കമ്പികൾ അറുത്തുമാറ്റിയ നിലയിൽ കണ്ടതെന്ന് പോലീസ് പറഞ്ഞു. റൂറൽ SP B കൃഷ്ണകുമാർ, ചാലക്കുടി DYSP K സുമേഷ്, കൊടകര SHO PK ദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. തിങ്കളാഴ്ച വൈകിട്ട് 6-നും ചൊവ്വാഴ്ച രാവിലെ 9-നും ഇടയിലാണ് മോഷണം നടന്നിട്ടുള്ളതെന്നാണ് നിഗമനം. സ്വർണ്ണാഭരണങ്ങൾക്ക് പുറമെ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് വീട്ടുടമ തിരിച്ചെത്തിയ ശേഷമേ പറയാനാകൂ എന്നും പോലീസ് അറിയിച്ചു. കവർച്ച നടന്നതറിഞ്ഞ് വീട്ടുടമ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്.
വടക്കാഞ്ചേരി തെക്കുംകരയിൽ റോഡരികിൽ കാന നിർമ്മാണത്തിൽ അശാസ്ത്രീയത. പ്രതിഷേധവുമായി പ്രദേശവാസികൾ. തെക്കുംകര പഞ്ചായത്തിൽ പുന്നമ്പറമ്പിലൂടെ നവീകരണ പ്രവൃത്തികൾ നടക്കുന്ന വാഴാനി പീച്ചി ഡാം ടൂറിസം ഇടനാഴിയുടെ ഭാഗമായി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം നടക്കുന്ന റോഡിന്റെ ഭാഗമായ കാന നിർമ്മാണത്തിലാണ് പരാതി. പുന്നമ്പറമ്പ് തോട് മുതൽ മച്ചാട് സ്കൂൾ വരെയുള്ള ഭാഗങ്ങളിലെ ഇരുവശങ്ങളിലുമുള്ള കോൺക്രീറ്റ് കാന നിർമ്മാണത്തിന്റെ അപാകതയാണ് വെള്ളക്കെട്ടുകൾക്ക് സാധ്യതയേറുമെന്ന് പരിസരവാസികൾ പറയുന്നു. ഞങ്ങൾ വികസനത്തിനെതിരല്ല, റോഡ് പണിയുന്നതിനോടോ അല്ലെങ്കിൽ റോഡിന്റെ പണി പുരോഗമിക്കുന്നതിനോ ഞങ്ങളുടെ പൂർണ്ണമായി സപ്പോർട്ടാണ്. റോഡിന്റെ രണ്ടരികിലും ചാലുകളുണ്ട്. ചാലുകൾ പണിതുകൊണ്ട് മാത്രമായില്ല, ചാലുകളിലേക്ക് വെള്ളം എത്തിച്ചേരണം, അത് സുഗമമായി ഒഴുകി പോകണം, എങ്കിൽ മാത്രമേ ഈ പണി കൊണ്ട് ഉപകാരമുള്ളൂ. അല്ലെങ്കിൽ ഇതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഞങ്ങളൊക്കെ വളരെയധികം കഷ്ടപ്പെടുകയാണ്. ഓരോ പ്രാവശ്യവും വെള്ളം വരുമ്പോൾ ഞങ്ങളുടെ അകത്തേക്കാണ്, മുൻവശത്തുനിന്നും പുറകു വശത്തുനിന്നും വീടിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറുന്ന ഒരവസ്ഥയാണ് കഴിഞ്ഞ ജൂലൈ മാസത്തെ മഴയിൽ ഉണ്ടായിട്ടുള്ളത്. വെള്ളം വന്നു കഴിഞ്ഞ് ഇവിടുന്ന് മാറി താമസിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടുന്ന് ഞങ്ങൾക്ക് വരണത്. ഈ അകത്തുകൂടി ഈ കാന താഴ്ചയില്ല, കാന താഴ്ചയുണ്ടെങ്കിൽ വെള്ളം പോയി കിട്ടുമല്ലോ. ഇതിപ്പോൾ കാന താഴ്ചയില്ലാത്ത കാരണം ഞങ്ങൾക്ക് വെള്ളം പോകില്ല, വെള്ളം മുഴിഞ്ഞുകൊണ്ട് അകത്തേക്കാണ് വരിക. മഴക്കാലമായാൽ അമിതമായി ഒഴുകിയെത്തുന്ന വെള്ളം ഒഴുകിപ്പോകാൻ നിർമ്മിക്കുന്ന കാനകളിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളും സ്ഥാപിച്ചതിനാൽ കൂടുതൽ വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള ആഴം ഇല്ലാതായി എന്നാണ് ആക്ഷേപം. വെള്ളം പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്നത് റോഡിലും പാടശേഖരങ്ങളിലും വെള്ളക്കെട്ടിന് സാധ്യതയേറുമെന്നും നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും പറയുന്നു. വാഴാനി ഡാം തുറന്നുവിടേണ്ട അടിയന്തര ഘട്ടമുണ്ടായാൽ താഴ്വാര പ്രദേശങ്ങളായ മണലിത്തറ, കേറ്റി പാടശേഖരങ്ങളിലെ ഏക്കർ കണക്കിന് നെൽവയലുകൾ വെള്ളക്കെട്ടിലാകും. കരുമത്ര തോടിനോട് ചേർന്ന് താമസിക്കുന്നവർക്ക് മറ്റൊരിടം തേടേണ്ട അവസ്ഥയും ഉണ്ടാകുമെന്നാണ് ഉയരുന്ന പരാതി. ഈ സംഭവം അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു പ്രതിവിധിയും ഉണ്ടായിട്ടില്ലെന്ന് തെക്കുംകര പഞ്ചായത്ത് അംഗം അശ്വിനി കണ്ണൻ പറഞ്ഞു. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ തന്നെ ഇവിടെ ആകെ വാഴാനിൽ നിന്നുള്ള അധിക വെള്ളം വന്നും വീടുകളുടെ അടുക്കള വഴിക്കാണ് കടന്നു പോയിരുന്നത്. ഇന്നിപ്പോൾ ഈ റോഡ് പണിയ സമയത്ത് അധിക വെള്ളം വരാൻ ഉള്ള കാന എന്ന പേരിൽ ഇപ്പം നിലക്കുന്ന വീടുകളുടെയും തറയ്ക്ക് മുകളിലാണ് നിൽക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വീടുകളുടെ മുൻവശം മുതൽ പിൻവശം അങ്ങ് അറ്റം വരെ ചെക്ക് ഡാം പോലെ നിൽക്കുന്ന അവസ്ഥ വരും. പിന്നെ വാസയോഗ്യമല്ലാത്തൊരവസ്ഥയും മാറും. നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലാവും. ഇതിന് നിരവധി തവണ കിഫ്ബിയുമായി അവിടുത്തെ സൂപ്രണ്ടും പലരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടെങ്കിലും അവർ വരാൻ നോക്കാമെന്ന് പറയുകയല്ലാതെ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങൾ ഈ കാനയ്ക്കുള്ളിൽ ഇറങ്ങി നിന്നുകൊണ്ട് തന്നെ അതിനെ തടസ്സപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് മാറും. TCV ന്യൂസ്, വടക്കാഞ്ചേരി. വേലിയേറ്റത്തിൽ കൊടുങ്ങല്ലൂരിൽ നൂറുകണക്കിന് ശുദ്ധജല സ്രോതസ്സുകൾ മലിനമായി. കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്ത് കനോലി കനാലിനോട് ചേർന്നുള്ള ഇടങ്ങളിലാണ് പുഴയിൽ നിന്നും ഉപ്പുവെള്ളം കയറി കിണറുകൾ ഉൾപ്പെടെയുള്ള കുടിവെള്ള സ്രോതസ്സുകൾ ഉപയോഗശൂന്യമായത്. പുഴയുമായി ബന്ധപ്പെട്ടുള്ള തോടുകളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ ജനുവരി മാസത്തിൽ താൽക്കാലിക തടയണ കെട്ടാറുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ തടയണയ്ക്ക് മുകളിലൂടെ വെള്ളം കയറിയും മറ്റ് ചിലയിടങ്ങളിൽ തടയണ കെട്ടാൻ വൈകിയതുമൂലവും വേലിയേറ്റം ജനജീവിതത്തെ സാരമായി ബാധിച്ചു. തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിന് കിഴക്ക് വശത്തുള്ള വിജയൻ തോടിനോട് ചേർന്നുള്ള ചേന്നംകുളം തിരുവഞ്ചിക്കുളം തോട്ടിൽ ഇക്കുറി താൽക്കാലിക തടയണ കെട്ടിയിരുന്നില്ല. അതോടെ പ്രദേശത്തെല്ലാം ഉപ്പ് നിറഞ്ഞ അവസ്ഥയായി. ഉപ്പുവെള്ളം കയറിയതോടെ ചിലയിടങ്ങളിൽ വീടുകൾക്ക് കേടുപാട് സംഭവിക്കുകയും കൃഷി നാശമുണ്ടാവുകയും ചെയ്തിരുന്നു. തിരുവഞ്ചിക്കുളം ചേന്നംകുളം തോട്ടിൽ സ്ഥിരം സ്ലൂയിസ് നിർമ്മിക്കാൻ MLA ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചിട്ടുണ്ടെന്നും സ്ലൂയിസ് നിർമ്മിക്കുന്നതോടെ വേലിയേറ്റം മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും നഗരസഭാ കൌൺസിലർ വത്സല പറഞ്ഞു. 18, 19, 20 വാർഡിലേക്ക് ഉപ്പുവെള്ളം കയറി ഉള്ള കൃഷിയെല്ലാം നശിക്കുന്ന ഒരു കാഴ്ചയാണ് കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ടതാണ് ഒരു സ്ലൂയിസ്. കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ട ഒരു തുക MLA അനുവദിക്കുകയും 11 ലക്ഷം നമ്മൾക്കിവിടെ പാസ്സാക്കുകയും ചെയ്ത് പ്രാരംഭഘട്ടം എന്ന നിലയ്ക്ക് തുടങ്ങാൻ വേണ്ടി തെങ്ങെടുക്കലും മറക്കലും എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഈ ആഴ്ച തന്നെ പണി തുടങ്ങും എന്നാണ്. സ്ഥിര ബണ്ട് എന്നുള്ള ഒരു പ്രവർത്തനം അടുത്ത് തന്നെ തുടങ്ങും എന്നുള്ളതാണ് നമ്മൾക്കറിയാൻ കഴിഞ്ഞത്. വേലിയേറ്റം തടയാനായില്ലെങ്കിൽ കനോലി കനാലിന്റെ പടിഞ്ഞാറൻ പ്രദേശം ഉപ്പുകയറി ഉപയോഗശൂന്യമാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ദേശീയപാത മതിലകം പുതിയകാവിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കയ്പമംഗലം സ്വദേശി നടക്കൽ രാമൻ മകൻ 63 വയസ്സുള്ള ജ്യോതി പ്രകാശനാണ് മരിച്ചത്. പുതിയകാവ് മദ്രസയ്ക്ക് മുന്നിലായിരുന്നു അപകടം. പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കയ്പമംഗലത്ത് വീടിന്റെ നിർമ്മാണ സ്ഥലത്തേക്ക് പോകവെയാണ് അപകടമുണ്ടായത്. വേലുപ്പാടം പുലിക്കണ്ണി റോഡിൽ കാട്ടുപന്നി ബൈക്കിന് കുറുകെ ചാടി ദമ്പതികൾക്ക് പരിക്കേറ്റു. വേലുപ്പാടം പൌണ്ട് സ്വദേശികളായ കുറിയോടത്ത് വീട്ടിൽ അലിയാർ, ഭാര്യ മാഷിദ എന്നിവർക്കാണ് പരിക്കേറ്റത്. KFRAയ്ക്ക് സമീപമായിരുന്നു അപകടം. ടാപ്പിംഗ് തൊഴിലാളികളായ ഇരുവരും ജോലിക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്.
ഓടിക്കൊണ്ടിരുന്ന ബൈക്കിൽ കാട്ടുപന്നി പാഞ്ഞുവന്ന് ഇടിക്കുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണാണ് ഇരുവർക്കും പരിക്കേറ്റത്. റോഡിൽ കിടന്ന ഇരുവരെയും നാട്ടുകാരാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. ചൂണ്ടൽ സെന്ററിന് സമീപം ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. വേലൂർ സ്വദേശി നീലങ്കാവിൽ ജസ്റ്റിന്റെ മകൻ 19 വയസ്സുള്ള ജോയലാണ് മരിച്ചത്. തൃശൂർ മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജിലെ BBA വിദ്യാർത്ഥിയാണ്. പരീക്ഷയ്ക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. കൃഷിക്കാർക്ക് ശമ്പളം നൽകി ഭാവി തലമുറയെ കൃഷിയിലേക്ക് തിരിച്ചുകൊണ്ടുവരണമെന്നും അല്ലെങ്കിൽ രാജ്യം പട്ടിണിയിലേക്ക് നീങ്ങുമെന്നും പരമ്പരാഗത നെൽവിത്തിനങ്ങളുടെ സംരക്ഷകനും പത്മശ്രീ ജേതാവുമായ ചെറുവയൽ രാമൻ പറഞ്ഞു. ചേർപ്പ് ചേനം തരിശുപടവ് കമ്മിറ്റിയുടെ 25ാം വാർഷികാഘോഷവും കൊയ്ത്ത് മഹോത്സവവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ പറ്റിയവരല്ല, പുതുതലമുറയാണ് പ്രപഞ്ചത്തിൽ എത്ര തരം വിത്തുകൾ ഉണ്ടെന്ന് പഠിക്കേണ്ടതും അവയെ സംരക്ഷിക്കേണ്ടതും. ഇതൊന്നും പാഠ്യപദ്ധതിയിലില്ല. ജീവിക്കാൻ ഉതകുന്ന തരത്തിലുള്ള പാഠ്യപദ്ധതിയല്ല കുട്ടികൾക്ക് കൊടുക്കുന്നത്. കർഷകർ അവഗണിക്കപ്പെടുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകർക്ക് ശമ്പളം നൽകി ഭാവി തലമുറയെ കൃഷിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. മുദ്രാവാക്യമുണ്ട്, നല്ല മുദ്രാവാക്യമാണ്, ജയ് ജവാൻ ജയ് കിസാൻ. പക്ഷെ ഇതൊന്നും സാക്ഷാത്കരിക്കുന്നില്ല, കൃഷിയിലേക്ക് ആളുകൾ വരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളെ പിള്ളേരൊക്കെ അക്കരെ കടന്നു പോവുക. പിന്നെ മിച്ചമുള്ള കൃഷിക്കാർക്ക് ഭക്ഷ്യധാന്യം കൃഷി ചെയ്യുന്ന കർഷകർക്ക് മുഴുവൻ ശമ്പളം കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ശമ്പളം കൊടുത്തുകൊണ്ട് നമ്മൾ ഭാവി തലമുറയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ എന്ന് നമുക്ക് പരീക്ഷണം നടത്തിയേ മതിയാവൂ. ഇല്ലെങ്കിൽ നമ്മളെ രാജ്യം പട്ടിണിയിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പ്രകൃതിയുടെ വരദാനമായ വിത്തുകൾ ഒന്നും വിറ്റ് കാശാക്കാനുള്ളതല്ല, കൈമാറ്റം ചെയ്യപ്പെടാനുള്ളതാണ്. ഇന്ന് കുടിവെള്ളം പോലും എല്ലാം വിറ്റ് കാശാക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചേനം എരോൾ പരിസരത്ത് നടന്ന ചടങ്ങിൽ ചേനം തരിശുപടവ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TK രാജു, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ, പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത്, ജില്ലാ കോൾ കർഷക സംഘം സെക്രട്ടറി KK കൊച്ചുമുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. പത്മശ്രീ ചെറുവയൽ രാമന് അടാട്ട് പാടശേഖര സമിതിയുടെ സാമ്പത്തിക സഹായവും ചടങ്ങിൽ കൈമാറി. 550 ഏക്കറോളം വരുന്ന ചേനം തരിശുപടവ് കമ്മിറ്റിയിൽ 800ഓളം കർഷകരാണുള്ളത്. നിലവിൽ ഒരു പൂക്കൃഷി മാത്രം നടത്തുന്ന ഇവിടെ ഇത്തവണ മുതൽ കൊയ്ത്ത് കഴിഞ്ഞാൽ തണ്ണിമത്തൻ, പച്ചക്കറി പോലെയുള്ള രണ്ടാം വിളയ്ക്ക് ഒരുങ്ങുകയാണ് പടവ് കമ്മിറ്റി. TCV തൃശൂർ. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രതി നാരായണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. നാരായണദാസിന്റെ ജാമ്യാപേക്ഷ നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ മയക്കുമരുന്നിന് സമാനമായ വസ്തു വെച്ച് പ്രതി എക്സൈസിൽ വിവരം നൽകുകയായിരുന്നു. ഇതേ തുടർന്ന് ഷീല സണ്ണിക്ക് 72 ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നു. ഷീലയുടെ ബന്ധുവായ പെൺകുട്ടിയുടെ നിർദ്ദേശപ്രകാരം നാരായണദാസാണ് സ്കൂട്ടറിൽ വസ്തു ഒളിപ്പിച്ചതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കാലിക്കറ്റ് സർവകലാശാല D-സോൺ കലോത്സവം 2 ദിവസങ്ങളിലായി നടത്താനുള്ള പോലീസിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചത് സംഘാടകർക്ക് തലവേദനയായി. ഒരു ദിവസത്തിൽ തീർക്കാമെന്ന് കരുതിയ മത്സരങ്ങളാണ് 2 ദിവസത്തേക്ക് മാറ്റേണ്ടി വരുന്നത്. പകലും രാത്രിയുമായി മത്സരങ്ങൾ നടത്താനാണ് സർവകലാശാലയും സംഘാടകരും നേരത്തെ തീരുമാനിച്ചിരുന്നത്. പോലീസ് സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സംഘാടകർ കോടതിയെ സമീപിച്ചിരുന്നു. കനത്ത പോലീസ് സന്നാഹത്തോടെ 16, 17 തീയതികളിലായി ശേഷിക്കുന്ന മത്സരങ്ങൾ നടത്തുന്നത്. കോടതി നിർദ്ദേശിച്ചതനുസരിച്ചുള്ള മാറ്റങ്ങൾക്കായി മത്സരങ്ങളുടെ സമയം പുനഃക്രമീകരിക്കുകയാണെന്ന് MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ പിലാക്കൽ അറിയിച്ചു. ജനുവരി 28-ന് പൂർത്തിയാക്കേണ്ടിയിരുന്ന D-സോൺ കലോത്സവം വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്നാണ് മാറ്റിവെച്ചത്. മസ്തകത്തിലെ മുറിവുമായി പ്ലാന്റേഷൻ കോർപ്പറേഷൻ മേഖലയിൽ ചുറ്റിത്തിരിയുന്ന കാട്ടാനയ്ക്ക് കൂടുതൽ ചികിത്സ ആവശ്യമെങ്കിൽ നൽകുമെന്ന് വാഴച്ചാൽ DFO അറിയിച്ചു. ഇതിനായി വനപാലകരുടെ സംഘം അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലകളിൽ നിരീക്ഷണം നടത്തുന്നുണ്ട്. കോടനാട് അഭയാരണ്യം കേന്ദ്രത്തിലെ ഡോക്ടർ ബിനോയാണ് നിരീക്ഷണ സംഘത്തിലെ തലവൻ. തിരുവനന്തപുരത്തെ ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രിയയുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്താണ് ആനയെ നിരീക്ഷിക്കുന്നത്. പ്ലാന്റേഷന്റെ വിറ്റിലപ്പാറ ചെക്ക് പോസ്റ്റിന് സമീപം 3 ദിവസം മുമ്പ് എത്തിയ ആന അടുത്ത ദിവസം മറ്റൊരു ഇടത്തേക്ക് നീങ്ങി. തിങ്കളാഴ്ച അതിരപ്പള്ളിയിലെ 15-ൽ എണ്ണപ്പന തോട്ടത്തിലാണ് ആനയെ കണ്ടത്. ചൊവ്വാഴ്ച രാവിലെ മുതൽ കൊമ്പനാനയുടെ നിൽപ്പ് പ്ലാന്റേഷന്റെ 1-ാം ബ്ലോക്കിലാണ്. ജനുവരി 24-നാണ് ആനയെ മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയത്. മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ ആനയെ പിടികൂടുന്നതും ചികിത്സ നടത്തുന്നതും വാഴച്ചാൽ വനം ഡിവിഷന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദൌത്യമായിരുന്നു.
മാള കുഴൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ ആഘോഷത്തിന് പൂക്കാവടികൾ നിറഞ്ഞാടി. കുഴൂരിലെ വിവിധ മേഖലകളിൽ നിന്നെത്തിയ സംഘങ്ങൾ ക്ഷേത്രത്തിൽ കാവടി അഭിഷേകവും വലിയ കാവടി നിറയും നടത്തി. പെരിഞ്ഞനം SSDP സമാജം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് പാൽക്കുടം എഴുന്നള്ളിപ്പ് നടത്തി. കൊച്ചിപ്പറമ്പത്തെ ക്ഷേത്രം ശാന്തി സലീൽ പാണാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഈസ്റ്റ് മേഖല ഭാരവാഹികളായ ജിഷോയ് അറയ്ക്കൽ, സജിൻ തോട്ടുങ്ങൽ, അഖിൽ പറപ്പറമ്പിൽ, കൊച്ചിപ്പറമ്പത്തെ ക്ഷേത്രം ഭാരവാഹികളായ KK ബാബുരാജൻ, KB വിനോദ്, KK അരവിന്ദൻ എന്നിവർ നേതൃത്വം നൽകി. തെക്കുംകര കുമാരേശ്വര ക്ഷേത്രത്തിൽ തൈപ്പൂയം ആഘോഷിച്ചു. കൊമ്പൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ ഭഗവാന്റെ തിടമ്പേറ്റി. തൃപ്രയാർ അനിയന്മാരാരുടെ നേതൃത്വത്തിൽ പാഞ്ചാരി മേളവും ഉണ്ടായിരുന്നു. ശീവേലി എഴുന്നള്ളിപ്പുമുണ്ടായി. വിവിധ മേഖലകളിൽ നിന്ന് കാവടികൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തി നിറഞ്ഞാടി. ബുധനാഴ്ച ക്ഷേത്രത്തിൽ പള്ളിവേട്ടയും പൊങ്കാല സമർപ്പണവും നടക്കും. കായികക്ഷമതയും ആരോഗ്യ സംരക്ഷണവും ലക്ഷ്യമിട്ട് കുഴൂരിനെ കരാട്ടെ ഗ്രാമമാക്കുന്നു. കുഴൂർ പഞ്ചായത്തിന്റെ ആരോഗ്യ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് കരാട്ടെ ഗ്രാമം പദ്ധതി. കുഴൂരിലെ എല്ലാ വിദ്യാർത്ഥികളെയും കരാട്ട അഭ്യസിപ്പിക്കുന്ന പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഭക്ഷണരീതി, വ്യായാമം, കളികൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് ആരോഗ്യഗ്രാമം പദ്ധതി. പൂർണ്ണമായി സൗജന്യമായാണ് പരിശീലനം. 3 വയസ്സ് മുതൽ 23 വയസ്സുള്ളവരെ ഉൾപ്പെടുത്തും. 8 മാസം മുമ്പ് ആരംഭിച്ച പദ്ധതിയിൽ ഇപ്പോൾ 130 പേരാണ് പരിശീലനത്തിലുള്ളത്. എരവത്തൂർ, കുഴൂർ എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ കരാട്ടെ പരിശീലനം നടക്കുന്നത്. ഏപ്രിൽ മാസത്തോടെ 500ഓളം പേരെ പരിശീലിപ്പിക്കാനാണ് ലക്ഷ്യം. സ്കൂൾ അവധി ദിവസങ്ങളിലാണ് പരിശീലനം. ബ്ലാക്ക് ബെൽറ്റിൽ 6ാമത്തെ ഡിഗ്രിയുള്ള ഫ്രാൻസിസ് നിയോണിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത്. ഭാര്യ സന്ധ്യ യോഗയിലും ബ്ലാക്ക് ബെൽറ്റിൽ 2ാം ഡിഗ്രിയുള്ള മകൾ സ്വാന്തനയും പരിശീലനം നൽകുന്നുണ്ട്. ഫ്രാൻസിസിന്റെ സുഹൃത്ത് ആന്റണി പോൾ, സ്വാന്തനയുടെ സുഹൃത്തുക്കളായ വിൻഷ ബാബു, അർജുൻ ബാബു, കീർത്തന രാജു എന്നിവരും പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകാൻ ഒപ്പമുണ്ട്. 3 വയസ്സുകാരായ ശ്രാവൺ, ഇസ എന്നിവരാണ് പ്രായം കുറവുള്ളവർ. സൗജന്യമായി കരാട്ടെ പരിശീലനം നൽകുന്ന ആരോഗ്യഗ്രാമം പദ്ധതിയിലേക്ക് കൂടുതൽ പേർ ഓരോ ആഴ്ചയിലും എത്തുന്നുണ്ട്. ഒരു ക്ലാസ്സിൽ 80 പേരെയാണ് പ്രവേശിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായാണ് കരാട്ടെ തിരഞ്ഞെടുത്തതെന്ന് ഫ്രാൻസിസ് നിയോൺ പറഞ്ഞു. കുഴൂർ പഞ്ചായത്തിന്റെ ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് കരാട്ടെ. ഓരോ വീട്ടുകളിലും എത്ര കുട്ടികളുണ്ടോ അവർക്കൊക്കെ ഒരു LKG പ്ലേ സ്കൂൾ തുടങ്ങിയിട്ട് നമ്മളൊരു ഡിഗ്രി വരെയുള്ള കുട്ടികളെ നമ്മൾ കരാട്ടെ, അതുപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ്, സെൽഫ് ഡിഫെൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നല്ല പഞ്ചായത്തിനും നാടിനും അവർക്കും സ്വയം ഒരു പര്യാപ്തത വരുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഫുൾ സൗജന്യമായിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം 2ാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം 130 കുട്ടികളാണ് നിലവിലുള്ളത്. TCV ന്യൂസ്, മാള. രാത്രിയിൽ വീട് വിട്ടിറങ്ങിയ 17കാരിയെ അന്തിക്കാട് പോലീസ് സംയോജിത ഇടപെടലിൽ ഉടൻ കണ്ടെത്തി വീട്ടിലെത്തിച്ചു. തിങ്കളാഴ്ച രാത്രി 9-നാണ് കണ്ടശാങ്കടവ് സ്വദേശിനിയായ കൌമാരക്കാരി വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോയത്. ഉടൻ തന്നെ കുട്ടിയുടെ അമ്മ അന്തിക്കാട് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. കണ്ടശാങ്കടവ് മാർക്കറ്റും പരിസരവും സമീപ റോഡുകളും നിമിഷ നേരം കൊണ്ട് അരിച്ചുപെറുക്കിയ പോലീസ് കണ്ടശാങ്കടവിലെ കനോലി കനാലിന് മുകളിലുള്ള പാലത്തിലൂടെ തിരച്ചിൽ നടത്തിവരുന്നതിനിടെ പെൺകുട്ടി മുന്നിൽപ്പെടുകയായിരുന്നു. സമയോചിതമായി കുട്ടിയോട് വിവരം തിരക്കിയ ശേഷം അമ്മയുടെ അടുത്തെത്തിക്കുകയായിരുന്നു. CPOമാരായ രജീഷ്, പ്രതീഷ്, ഡ്രൈവർ ജിനേഷ് എന്നിവരാണ് കുട്ടിയെ കണ്ടെത്തി വീട്ടിലെത്തിച്ചത്. 18-19 തീയതികളിലായി ഗുരുവായൂരിൽ നടക്കുന്ന തദ്ദേശ ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി NK അക്ബർ MLA, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, LSDD തൃശൂർ ജോയിന്റ് ഡയറക്ടർ സാജു സെബാസ്റ്റ്യൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ ഭരണകർത്താക്കളും ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഇതര സംസ്ഥാന പ്രതിനിധികളുമടക്കം 3000ഓളം പേർ പങ്കെടുക്കും. 14-ന് ഉച്ചതിരിഞ്ഞ് 3-ന് കിഴക്കേ നടയിലെ ക്ഷേത്രപ്രവേശന സത്യഗ്രഹ സ്മാരക ഗ്രൗണ്ടിൽ AC മൊയ്തീൻ MLA എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സംഗീത നിശയും നടക്കും.
15-ന് 20ഓളം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നായി 2000-ഓളം പേർ പങ്കെടുക്കുന്ന വിളംബര ഘോഷയാത്ര നടക്കും. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. 18-ന് രാവിലെ 10-ന് നടക്കുന്ന അക്കാദമിക് സെക്ഷൻ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. 19-ന് ഉച്ചയ്ക്ക് 12-ന് സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി മുഖ്യമന്ത്രി സമ്മാനിക്കും. നിരവധി കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ കുറ്റവാളി പോലീസ് പിടിയിലായി. തല്ലിക്കേസിൽ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ഡ്യൂക്ക് പ്രവീൺ എന്നറിയപ്പെടുന്ന പൊറത്തശ്ശേരി സ്വദേശി മുതിരപ്പറമ്പിൽ വീട്ടിൽ പ്രവീണിനെയാണ് കാട്ടൂർ പോലീസ് ഇൻസ്പെക്ടർ ER ബൈജുവിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. 15ഓളം കേസിലെ പ്രതിയാണ് ഡ്യൂക്ക്. കാപ്പ നിയമപ്രകാരം തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കഴിഞ്ഞ മാസത്തെ ഭണ്ഡാരം വരവായി 5,04,30,585 രൂപയും 2 കിലോ 16 ഗ്രാം 700 മില്ലിഗ്രാം സ്വർണവും 11 കിലോ വെള്ളിയും ലഭിച്ചു. കേന്ദ്ര സർക്കാർ പിൻവലിച്ച 2,000 രൂപയുടെ 8ഉം നിരോധിച്ച 1,000 രൂപയുടെ 4ഉം 500-ന്റെ 52 കറൻസിയും ലഭിച്ചു. SBI ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു എണ്ണൽ ചുമതല. ഇതിനു പുറമെ ഈ ഭണ്ഡാരങ്ങൾ വഴി 2.99 ലക്ഷം രൂപയും ലഭിച്ചു. പെരിങ്ങാട് പുഴ വനവൽക്കരണ വിജ്ഞാപനം പിൻവലിച്ച് പുഴയെ പുഴയായി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന പ്രതിപക്ഷ നേതാവ് VD സതീശൻ സെക്രട്ടേറിയറ്റ് ധർണ ഉദ്ഘാടനം ചെയ്തു. തീരദേശ സംരക്ഷണ സമിതി ചെയർമാൻ അബൂ കാട്ടിൽ അധ്യക്ഷനായിരുന്നു. ഉപപ്രതിപക്ഷ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി, അഡ്വക്കേറ്റ് ജോണി K ജോർജ്, തീരദേശ സംരക്ഷണ സമിതി കൺവീനർ ഷൈജു തിരുനെല്ലൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ OJ ഷാജൻ, ഷെരീഫ് ചിറക്കൽ, പാവറട്ടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജെറോം ബാബു, ഹബീബ് ഇബ്രാഹിം, PK രാജൻ, ആൻഡോ ലിജോ, വർഗീസ് VJ, സലാം വെൺമനാട് തുടങ്ങിയവർ സംസാരിച്ചു. 2021 ഫെബ്രുവരിയിലാണ് പെരിങ്ങാട് പുഴയെ റിസർവ് വനമാക്കി നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചത്. കുന്നംകുളം ഒറ്റപ്പിലാവിൽ തണത്തറ പാലത്തിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ ഫോറൻസിക് വിഭാഗവും പോലീസും പരിശോധന നടത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ 4:30യോടെയാണ് പാലവളപ്പിൽ ഹൈദരാലിയുടെ ഉടമസ്ഥതയിലുള്ള കൃഷിസ്ഥലത്തേക്ക് അജ്ഞാതൻ സ്ഫോടക വസ്തു എറിഞ്ഞത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം ഊർജിതമാക്കിയതായി കുന്നംകുളം പോലീസ് പറഞ്ഞു. കടങ്ങോട് ഒഴിച്ചിലായിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും തൈപ്പൂയ മഹോത്സവവും ആഘോഷിച്ചു. പുലർച്ചെ മഹാഗണപതി ഹോമം, പാലാഭിഷേകം, ഉച്ചപൂജ എന്നിവ നടന്നു. തുടർന്ന് ശീവേലി എഴുന്നള്ളിപ്പും പ്രസാദ ഊട്ടും നടന്നു. ഉച്ചയ്ക്ക് നാദസ്വരം, കാവടിയാട്ടം എന്നിവയും വൈകിട്ട് ഗജവീരന്റെ അകമ്പടിയോടുകൂടിയുള്ള എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും മേളവും നടന്നു. തുടർന്ന് ദീപാരാധന, നാദസ്വരം, മധളക്കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, തായമ്പക, കൊട്ടിപ്പാടിയുള്ള സേവ, ഭസ്മകാവടി അഭിഷേകം എന്നിവയും നടന്നു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. ചാലക്കുടി പള്ളിയിലെ അമ്പത്തിരുനാളിന് ശേഷം നഗരത്തിലെ പൊതു ഇടങ്ങളിൽ നിറഞ്ഞ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് പാതയോരങ്ങൾ വൃത്തിയാക്കാൻ നഗരസഭയിലെ ജനപ്രതിനിധികളും ജീവനക്കാരും രംഗത്തിറങ്ങി. ശുചീകരണ തൊഴിലാളികളും ഹരിതകർമ്മസേനയും ദൌത്യത്തിൽ പങ്കാളികളായി. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ നീക്കം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. ആരോഗ്യകാര്യ ചെയർപേഴ്സൺ ദിബു ദിനേശ്, വികാരി ഫാദർ വർഗീസ് പാത്താടൻ, കൌൺസിലർമാരായ ആലിസ് ഷിബു, നിത പോൾ, റോസി ലാസർ, സൂസി സുനിൽ, സൂസമ്മ ആന്റണി, ജിതി രാജൻ, ഹെൽത്ത് സൂപ്പർവൈസർ സുരേഷ് കുമാർ എന്നിവരും പങ്കെടുത്തു.
അരിമ്പൂർ 2-ാം വാർഡിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരെ അമ്മമാർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് റേഞ്ച് ഇൻസ്പെക്ടർ N രാജേഷ് ക്ലാസ് എടുത്തു. CDS വൈസ് ചെയർപേഴ്സൺ ശോഭ സുരേഷ്, ADS സെക്രട്ടറി രമ്യ ജയൻ, വാർഡംഗം CP പോൾ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിമ്പ്രത്ത് യുവാവിനെ ഇരുമ്പ് വടികൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിമ്പ്രം സ്വദേശി ചാരിച്ചെട്ടി വീട്ടിൽ സന്തോഷിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 4-ാം തീയതിയാണ് കഴിമ്പ്രം സുനാമി കോളനി സ്വദേശി സജീവനെ മുൻ വൈരാഗ്യത്തെ തുടർന്ന് ഇയാൾ ആക്രമിച്ചത്. സന്തോഷിനെതിരെ 16ഓളം ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. വലപ്പാട് പോലീസ് ഇൻസ്പെക്ടർ MK രമേശ്, SI CN എബിൻ, പ്രൊബേഷണറി SI ജിഷ്ണു, സീനിയർ CPOമാരായ സോഷി, അനൂപ്, CPO ആഷിഖ്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ മുജീബ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. നാട്ടിട വഴികളിലൂടെ നടന്നു നീങ്ങുന്ന ആട്ടിൻപറ്റം കൗതുക കാഴ്ചയാകുന്നു. തമിഴ്നാട്ടിൽ നിന്ന് മേയുവാനെത്തിയ ചെമ്മരിയാട്ടിൻ കൂട്ടമാണ് നാട്ടുകാരിൽ കൗതുകമുണ്ടാക്കുന്നത്. കടങ്ങോട് പാടശേഖരത്തിലാണ് ചെമ്മരിയാട്ടിൻ കൂട്ടം തമ്പടിച്ചിരിക്കുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് ഉൾഗ്രാമങ്ങളിലെ റോഡുകളിലൂടെ നടത്തിയാണ് ഇവിടെ എത്തിയത്. 1000-ന് മുകളിൽ ആടുകളാണ് കൂട്ടത്തിലുള്ളത്. 4 പേരാണ് നോട്ടക്കാർ. ഇവർക്ക് പുറമെ 8 നായകളുമുണ്ട് കാവലിന്. ആടുകളെ കൂട്ടം തെറ്റാതെ നോക്കുന്നതും തെരുവുനായ്ക്കൾ ഉൾപ്പെടെയുള്ള ജന്തുക്കളുടെ ആക്രമണങ്ങൾ തടയുന്നതും പരിശീലനം ലഭിച്ച ഇവരുടെ നായ്ക്കളാണ്. കൊയ്ത്ത് കഴിഞ്ഞു കിടക്കുന്ന പാടശേഖരങ്ങളിലാണ് ഇവയെ മേയാൻ ഇറക്കുന്നത്. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സംസ്ഥാന മാസ്റ്റേഴ്സ് ഹോക്കി ടൂർണമെന്റിൽ കോടാലി സ്വദേശിനി ദീപ ക്യാപ്റ്റനായുള്ള തൃശൂർ ജില്ലാ ടീം 2-ാം സ്ഥാനം നേടി. 35 വയസ്സിനും 40 വയസ്സിനും മുകളിലുള്ള വനിതകളുടെ വിഭാഗങ്ങളിലാണ് തൃശൂർ 2-ാം സ്ഥാനം നേടിയത്. 40 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരുടെ വിഭാഗത്തിലും തൃശൂരാണ് 2-ാം സ്ഥാനത്തിന് അർഹരായത്. ടീം ക്യാപ്റ്റനായ കോടാലി സ്വദേശിനി ദീപ വെട്ടിക്കുഴി നോട്ടർഡാം സ്കൂളിലെ ഹോക്കി പരിശീലകയാണ്. ഇരിങ്ങാലക്കുട ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ICL ധനകാര്യ സ്ഥാപനത്തിനെതിരെ പ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്ന് BMS ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് നിയമാനുസൃത വേതനമോ മറ്റു ആനുകൂല്യങ്ങളോ നൽകാൻ ICL മാനേജ്മെന്റ് തയ്യാറാവുന്നില്ലെന്ന് തൊഴിലാളി നേതാക്കൾ ആരോപിച്ചു. ഭാരവാഹികളായ MK ഉണ്ണികൃഷ്ണൻ, M കൃഷ്ണകുമാർ, K ഹരീഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എടത്തിരിഞ്ഞി HDP സമാജം ശിവകുമാരേശ്വര ക്ഷേത്രത്തിലെ തിരുവുത്സവം 20-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. 14-ന് വൈകിട്ട് 8-നും 8:30-നും മധ്യേ ക്ഷേത്രോത്സവത്തിന് കൊടിയേറും. 15 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിൽ നാടകാവതരണങ്ങൾ നടക്കും. 2-ന് രാവിലെ പ്രധാന പൂജകൾക്ക് ശേഷം വിവിധ ദേശവിഭാഗങ്ങളുടെ കാവടി വരവ് നടക്കും. പ്രാദേശിക പൂരം വരവും കാഴ്ചശീവേലിയും നടക്കും. ഭാരവാഹികളായ എടച്ചാലി പീതാംബരൻ, മുരളി മണക്കാട്ടുംപടി, MK ഗിരി, മനോജ്, KR ഉദയകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പെരുമ്പിലാവ് പുതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിനിടെ ആനയിടഞ്ഞു. പ്രാദേശിക ആഘോഷ കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെത്തുന്നതിന് മുമ്പായാണ് ഐനിക്കുളങ്ങര മഹാദേവൻ എന്ന ആന ഇടഞ്ഞത്. ആനയെ ഉടൻ തന്നെ എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങൾ തളച്ച് സംഭവസ്ഥലത്തുനിന്നും മാറ്റി. ആനയുടെ ചങ്ങലയിൽ കുടുങ്ങി ഏതാനും ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ആനയിടഞ്ഞതോടെ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. മധുര കാറ് കുത്തി പൊളിച്ചു. ആളിറങ്ങി. ആ കാറിൽ ആളിരിക്കുന്നുണ്ടോ? ആളില്ല.
കുത്തി അങ്ങ് നീക്കണ്ടേ കാറ് കുത്തി അങ്ങ്. കുട്ടഞ്ചേരി തുമ്പിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവം ആഘോഷിച്ചു. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നാദസ്വരത്തിന്റെ അകമ്പടിയോടെ പാൽക്കാവടി എഴുന്നള്ളിച്ചു. തിരുവില്ലാമല പഞ്ചായത്തിന്റെയും കുത്താമ്പുള്ളി ഫാമിലി ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ പാലിറ്റീവ് കെയർ യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തിരുവില്ലാമലയിലെയും കൊണ്ടാഴിയിലെയും കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്തു. തിരുവില്ലാമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷത വഹിച്ചു. എ അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മെമ്പർമാരായ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ, ഉണ്ണികൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ രാജി തുടങ്ങിയവർ പങ്കെടുത്തു. പൈതൃകം ഗുരുവായൂരിന്റെ ഭാഗവതോത്സവത്തിന് 16-ന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് 4-ന് ആചാര്യന്മാരെ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. ക്ഷേത്രം ഒരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിക്കും. മുൻ മേൽശാന്തി ഡോക്ടർ കിരൺ നമ്പൂതിരി യജ്ഞവേദിയിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കും. മെട്രോമാൻ ഡോക്ടർ ഇ ശ്രീധരൻ, പ്രശസ്ത ശാസ്ത്രജ്ഞ ഡോക്ടർ താര പ്രഭാകരൻ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, മുൻ ചീഫ് സെക്രട്ടറി വി പി ജോയ്, പത്തനംതിട്ട ഭാരതീയ വിദ്യാഭവൻ സെക്രട്ടറി പി ഐ ഷെരീഫ് മുഹമ്മദ് തുടങ്ങിയവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും. 20-ന് വൈകിട്ട് 5-ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർവഹിക്കും. 21-ന് നടക്കുന്ന ഗുരുവന്ദനം നടക്കും. ജി കെ പ്രകാശൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മധു കെ നായർ, മണലൂർ ഗോപിനാഥ്, മുരളി അകമ്പടി, ശ്രീകുമാർ പി നായർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രൊവിഡന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PF ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ സദാനന്ദൻ പിള്ള ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് കെ രാമനാഥൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഭാരവാഹികളായ എം രാംദാസ്, എം ജി വേണുഗോപാൽ, കൃഷ്ണൻ നായർ, ജയപ്രകാശ്, ജനാർദ്ദന മേനോൻ, ജയചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി നസ്രുദ്ദീന്റെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം യൂത്ത് വിംഗും വനിതാ വിംഗും സംയുക്തമായി പൊതുജന പങ്കാളിത്തത്തോടെ പുത്തഞ്ചിറ യൂണിറ്റ് പരിധിയിൽ സൈനബ റാഫിക്ക് നിർമ്മിച്ചു നൽകുന്ന നസ്രുദ്ദീൻ സ്മാരക ഭവന കട്ടിളവെപ്പ് നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുത്തഞ്ചിറ യൂണിറ്റ് പ്രസിഡന്റ് ദേവരാജൻ ചടങ്ങ് നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി കെ എ നജാഹ്, വനിതാ വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് CC അനിത, യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് കക്കറ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി ബാവുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തുടക്കമായി. തന്ത്രി അഴകത്ത് മനയ്ക്കൽ ശ്രീജേഷ് കൊടിയേറ്റം നിർവഹിച്ചു. പള്ളിവേട്ട ദിവസമായ 14-ന് പഞ്ചാരിമേളം, എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നിവയുണ്ടാകും. 15-ന് രാവിലെ നടക്കുന്ന ആറാട്ടോടെ ഉത്സവം സമാപിക്കും. ഈ മാസം 13 വരെ ദിവസേന രാത്രി 7-ന് സംഗീത പരിപാടികളും നൃത്തനൃത്യങ്ങളും അരങ്ങേറും. മേലൂർ പൂലാനിയിൽ തരിശുനിലത്തിൽ ഒരുക്കിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ബാബു മേനാച്ചേരി, കീഴാറ ഷൈജു, ആരമ്പിള്ളി ജെയ്സൺ എന്നിവരാണ് മേലൂർ പഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും സഹകരണത്തോടെ കൃഷിയിറക്കിയത്. കൊയ്ത്തുത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PO പോളി അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ അംബിക ബാബു, കൃഷി ഓഫീസർ രാഹുൽ കൃഷ്ണ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഷാജി KM, ഷൈനി വർഷ തുടങ്ങിയവർ സംസാരിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ 6 CDSലെ സംഘകൃഷി ഗ്രൂപ്പുകളുടെ കുടുംബശ്രീ അംഗങ്ങളുടെ നേതൃത്വത്തിൽ മുരിങ്ങകൃഷി ആരംഭിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ രശ്മി സുന്ദരൻ അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർപേഴ്സൺ ഗീതാ നാരായണൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ AK ലത, സൌഭാഗ്യവതി, N യശോദ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,020 രൂപ, പവന് 64,160 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,497 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും.
KV അബ്ദുൽ ഖാദർ CPM ജില്ലാ സെക്രട്ടറി. പാർട്ടി ഏൽപ്പിച്ച ദൌത്യം ഉത്തരവാദിത്തത്തോടെ പൂർത്തിയാക്കുമെന്ന് KV അബ്ദുൽ ഖാദർ. കേന്ദ്രം കേരളത്തെ ശത്രുവിനെ പോലെ കാണുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊടകരയിൽ പൂട്ടിക്കിടന്ന വീട്ടിൽ വൻ കവർച്ച. 50 പവനോളം സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. ജനൽ കമ്പികൾ അറുത്തുമാറ്റിയാണ് മോഷ്ടാക്കൾ വീടിനകത്ത് കടന്നത്. വടക്കാഞ്ചേരി തെക്കുംകരയിൽ കാന നിർമ്മാണത്തിൽ അശാസ്ത്രീയതയെന്ന ആരോപണം. പ്രതിഷേധവുമായി പ്രദേശവാസികൾ. കൊടുങ്ങല്ലൂർ കനോലി കനാലിനോട് ചേർന്ന പ്രദേശങ്ങളിൽ പുഴയിൽ നിന്നും ഉപ്പുവെള്ളം കയറി ശുദ്ധജല സ്രോതസ്സുകൾ മലിനമായി. താൽക്കാലിക തടയണ കെട്ടുന്നതിൽ അനാസ്ഥയെന്ന ആക്ഷേപം. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 മരണം. മതിലകത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ചും ചൂണ്ടലിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ചും ബൈക്ക് യാത്രികർ മരിച്ചു. വേലുപ്പാടത്ത് കാട്ടുപന്നി ബൈക്കിന് കുറുകെ ചാടി ദമ്പതികൾക്ക് പരിക്കേറ്റു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.